സോ റെഡ്മിയുടെ ബ്രാൻഡിങ്ങിൽ ആദ്യത്തെ ടാബായിട്ടുള്ള റെഡ്മി പാഡ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഇതിന് മുൻപേ ഷവോമി പാഡൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് റെഡ്മിയുടെ ബ്രാൻഡിങ്ങിലൊരു ടാബ് പുറത്തിറക്കുന്നത്. സോ ഈ ഒരു ടാബിൻ്റെ ലോഞ്ച് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈസും സ്പെസിഫിക്കേഷനും കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ ചെയ്യണം എന്നുള്ളത്. കാരണം അത്രക്കും ഇമ്പ്രസീവ് ആയിട്ടൊരു പ്രൈസിലും സ്പെസിഫിക്കേഷനിലാണ് ഈ ഒരു ടാബ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ടാബിൻ്റെ സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, ഫീച്ചേഴ്സ്, സോ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൈസും പിന്നെ ഏതൊക്കെ വേരിയൻ്റിലാണ് വരുന്നത് നോക്കാം. ഈ ഒരു ടാബ്ലറ്റ് 3 വേരിയൻ്റിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബേസ് മോഡലായിട്ടുള്ള 3GB 64GB ആണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,999 ആണ്. അത് കൂടാതെ ഇൻട്രോഡക്റ്റീവ് പ്രൈസ് ആയിട്ട് 12,999 കിട്ടുന്നതായിരിക്കും. സോ നല്ല പ്രൈസാണ്. വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് ഓഫർ പ്രൈസും വരുന്നുണ്ട് 10%. അത് ഏത് ബാങ്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 11,700 രൂപക്കാണ്. സോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നീട് മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 4GB 64GB ആണ്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് 17,999. ഇൻട്രൊഡക്റ്റീവ് പ്രൈസ് ആയിട്ട് 14,999 കിട്ടുന്നതായിരിക്കും. ബാങ്ക് ഓഫർ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 13,500 കിട്ടുന്നതായിരിക്കും. 13,500 രൂപക്ക് ഈ ഒരു മിഡിൽ വേരിയൻ്റ് നിങ്ങൾക്ക് എല്ലാ ഓഫേഴ്സും കഴിച്ച് കിട്ടുന്നതായിരിക്കും. പിന്നീട് ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 6GB 128GB വേരിയൻ്റ് ആണ്. ആ ഒരു വേരിയൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,999 ആണ്. 20,000 രൂപയാണ് വരുന്നത്. പക്ഷേ ഇൻട്രൊഡക്റ്റീവ് പ്രൈസ് ആയിട്ട് 16,999 കിട്ടുന്നതായിരിക്കും. ബാങ്ക് ഓഫർ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 15,300 രൂപക്ക് ആ ഒരു വേരിയൻറ്റും കിട്ടുന്നതായിരിക്കും. സോ ആക്ച്വൽ പ്രൈസ് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഹയർ ആയിട്ട് തോന്നും. പക്ഷേ ഇൻട്രൊഡക്റ്റീവ് പ്രൈസ് ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് വരുന്നത്. അതുകൂടാതെ ബാങ്ക് ഓഫർ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണല്ല ടാബ്, അത് എല്ലാത്തിലും ഫോൺ എന്ന് പറഞ്ഞിപ്പം അങ്ങനെ വരുന്നുള്ളൂ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ പ്രൈസ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ഇനി സ്പെസിഫിക്കേഷൻ ഇങ്ങനെ നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കളർ വേരിയൻറ്റ് നോക്കാം. 3 കളർ വേരിയൻ്റിലായിട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗ്രാഫൈറ്റ് ഗ്രേ, പിന്നെ മിൻറ്റ് ഗ്രീൻ, പിന്നീട് മൂൺലൈറ്റ് സിൽവർ. ഇനി ഈ ഒരു ടാബിൻ്റെ ഒരു ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മെറ്റൽ ബിൽഡാണ് വരുന്നത്. മെറ്റലിൻ്റെ ഫ്രെയിം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു ടാബ്ലറ്റിന് ഒട്ടുമിക്ക എല്ലാത്തിനും ഇത് പ്ലാസ്റ്റിക് അങ്ങനെ വരാറില്ല, മെറ്റൽ തന്നെയാണ് വരുന്നത്. പണ്ടൊക്കെ ഫോണിലൊക്കെ മെറ്റൽ ബിൽഡായിരുന്നു വരുന്നത്. പക്ഷേ ഇപ്പോഴാണ് എല്ലാ ഫോണിനും പ്ലാസ്റ്റിക്കും ഗ്ലാസ് ആയിട്ട് മാറിയത്. സോ അതുകൊണ്ട് തന്നെ മെറ്റൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം ടാബ്ലറ്റിൻ്റെ ഒരു ലുക്ക് തരുന്ന ഒരു ടാബ് തന്നെയാണ് റെഡ്മി പാഡ് എന്ന് പറയുന്നത്. ഇത്രക്കും ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ടാബ്ലറ്റ് ആയിട്ട് പോലും അതിൻ്റെ ക്യാമറ മൊഡ്യൂൾ ആണെങ്കിലും കളറാണെങ്കിലും അതിൻ്റെ എഡ്ജൊക്കെ ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജാണ് വരുന്നത്. സോ 7.1 mm തിക്നെസ് വരുന്നുള്ളൂ. 445 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കായുള്ള, കയ്യിലെടുക്കുന്ന സമയത്താണെങ്കിലും അത് മറ്റൊരാൾ കാണുന്ന സമയത്താണെങ്കിലും നല്ല ലുക്കുള്ളൊരു ടാബ്ലറ്റ് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കളർ വേരിയൻ്റ് ആണെങ്കിലും ഇമ്പ്രസീവ് ആയിട്ടുള്ള ലുക്ക് തരുന്ന ടാബ് തന്നെയാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നെങ്കിൽ 10.61 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനുള്ള IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 400 ഹീറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നീട് 90 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. സോ 2K റെസൊല്യൂഷൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. 10.61 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. 400 നിറ്റ്സ് ബ്രൈറ്റ്നസ് പക്ഷേ കുറവാണ്. പക്ഷേ ഇൻഡോർ യൂസിന് അതൊരു ഇഷ്യൂ അല്ല. മെയിനായിട്ട് ടാബൊക്കെ വാങ്ങുന്നതിന് ഇൻഡോർ യൂസ് ചെയ്യാണ്. ഔട്ട്ഡോറിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. വേറെന്തോ പറയാൻ വെച്ചു, അത് മറന്നുപോയി. അല്ല, മെയിനായിട്ട് ടാബൊക്കെ വാങ്ങുന്നതന്നെ ഇൻഡോർ യൂസിനാണ്. ഔട്ട്ഡോറിൽ അങ്ങനെ എടുക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് അത്ര വലിയ ഇഷ്യൂ ആയിട്ടൊന്നും പറയാനില്ല. സോ ഓവറോൾ ഡിസ്പ്ലേ മൾട്ടിമീഡിയ കൺസെപ്ഷൻ ആണെങ്കിൽ ഡിസ്പ്ലേ വേറെ ലെവൽ തന്നെയാണ്. പിന്നീട് ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിമീഡിയ കൺസെപ്ഷൻ ആണെങ്കിൽ വേറെ ലെവലായിട്ടുള്ളൊരു ടാബ്ലറ്റ് തന്നെയാണ്. മെയിൻലി ടാബ് അതിന് തന്നെയാണ് യൂസ് ചെയ്യാറ്. മെയിൻലി ബിസിനസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ ഭയങ്കര കില്ലാടി ആയിട്ടുള്ള ടാബ്ലറ്റ് തന്നെയാണ്. പിന്നീട് പെർഫോമൻസ് ആണെങ്കിൽ മിയാടെക്കിൻ്റെ ഹീലോ G99 എന്ന പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത മോട്ടറോയുടെ
മോട്ടോ G72 യൂസ് ചെയ്ത അതേ സെയിം ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തത്. അതൊരു 19,000 രൂപയുടെ ഫോണായിരുന്നു. സോ അത്രക്കും നല്ലൊരു പെർഫോമൻസ്. ഇത് പുതിയ ചിപ്സെറ്റാണ്, മിയാടെക്കിൻ്റെ G95, G96, അതുപോലെ തന്നെ G99 എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിലാണെങ്കിൽ 6 നാനോമീറ്ററിൻ്റെ ഫാബ്രിക്കേഷൻ മാറ്റി, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ക്ലോക്ക് സ്പീഡ് മാറ്റി എന്നല്ലാതെ ആ പഴയ ചിപ്സെറ്റ് തന്നെയാണ് ഇപ്പോഴും. വലിയ മാറ്റമൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ പെർഫോമൻസിൻ്റെ രീതിയിൽ നല്ല പവർഫുൾ ആയ ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത്. സോ പെർഫോമൻസ് യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നീട് LPDDR4Xൻ്റെ ആണ് റാം ടൈപ്പ് ആയിട്ട് വരുന്നത്. USF 2.2 ആണ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ UI പറ്റി പറയുകയാണെങ്കിൽ MIUI 30.1 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. പിന്നീട് ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ ഒരു ടാബിന് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 2 വർഷത്തെ OS അപ്ഡേറ്റും അഷ്യോർഡ് ചെയ്യുന്നുണ്ട്, പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും തരുന്ന ഷവമി പറയുന്നുണ്ട്. പക്ഷേ തന്നാൽ തന്നെ തന്നാൽ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക എല്ലാ MIUI ഷവമി യൂസേഴ്സിനുള്ള പ്രശ്നം നടന്ന്, ഒന്നാമത് എന്തെങ്കിലും പറ്റും അപ്ഡേറ്റ് ചെയ്താൽ, ഒന്നില്ലെങ്കിൽ ഫോൺ അടിച്ചോ, അല്ലെങ്കിൽ മദർ ബോർഡ് പോവും, അല്ലെങ്കിൽ ബഗ് കൂടും എന്നല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു അപ്ഡേറ്റ് തന്നെ എപ്പെങ്കിലും ആണ്ടിലും ഇതിലൊക്കെയാണ് തരുന്നത്. ഇപ്പം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് കിട്ടുമോയെന്ന് തന്നെ നമുക്കിങ്ങനെ ആലോചിക്കേണ്ടി വരും. കിട്ടാനും വലിയ ചാൻസ് ഒന്നും ഇല്ല. കിട്ടിയാൽ തന്നെ വലിയ സംഭവമല്ല, കാരണം കിട്ടിയാൽ തന്നെ ഇതിൻ്റെ മദർ ബോർഡൊക്കെ അടിച്ചു. അത്രക്കും ഗംഭീരമായിട്ടുള്ള ചാത്തൻ അപ്ഡേറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്യാറ്. സോ എന്താണെന്നറിയില്ല, ഷവമി നിങ്ങളുടെ ഫോൺസും അല്ലെങ്കിൽ ടാബ്ലറ്റ്സും എല്ലാം നല്ല ക്വാളിറ്റിയിൽ നല്ല സ്പെസിഫിക്കേഷനൊക്കെ തരുന്ന സാധനം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ UI ആണ് ഏറ്റവും മോശം. ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ അധികം കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ബഗ് മാത്രമല്ല, ബഗ്ഗേ ഇല്ല ഒന്നാമത്. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു മദർ ബോർഡ് അടിച്ചു പോകുന്ന ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഫോൺ വെറുതെ ആ MI എന്നുള്ള ആ ഒരു ഓണാക്കുമ്പോൾ കാണിക്കുന്ന ലോഗോ മാത്രം കാണിച്ച് ഫോൺ വെറുതെ നിൽക്കും. അത് ഓണായി അല്ലെങ്കിൽ പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവർ UIക്ക് വരുന്നത്. പക്ഷേ അതേ ഉള്ളൂ ഇഷ്യൂ, വേറെ ഒന്നും. ഇവരെ ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് തന്നെയാണ്. ഇവരെ UIയും അപ്ഡേറ്റ് തന്നാൽ തന്നെ തന്നെയാണ് ഇഷ്യൂ. ഫോൺ അടിച്ചും ബോർഡ് അടിച്ചും. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ എല്ലാം നോക്കുക. വെറുതെ ചെയ്തിട്ട് ഇനിയിപ്പം സാധനം അടിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പോയി പറഞ്ഞാലൊന്നും ഇവർ ശരിയാക്കി തരുമൊന്നുമില്ല. ഇനി മദർ ബോർഡ് അടിച്ചു പോയാൽ തന്നെ ആ ഒരു ടാബിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ പകുതിക്ക് മുകളിൽ പൈസ കൊടുത്താൽ മാത്രമേ അത് ശരിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി അപ്ഡേറ്റ് തന്നാൽ തന്നെ ചെയ്യുന്നില്ല, കിട്ടിയാൽ നിങ്ങൾ ഇതൊക്കെ നോക്കുക. വെറുതെ പോയി ചെയ്യരുത്. ചെയ്ത് പെട്ടുപോയാൽ പിന്നെ പറ്റ കാര്യമില്ല. അതാണ് ഇവരുടെ ഇതിന് OSനെ കുറിച്ച് പറയാനല്ല, UIനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 MB റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 1080p 13 FPS വീഡിയോസും ഫ്രണ്ടിലും റിയറിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നല്ല ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കോളിങ്ങിനാണെങ്കിലും എല്ലാത്തിനും നല്ല ക്യാമറ തന്നെയാണ്. ഫ്രണ്ടിൽ റിയറിൽ 8 MB അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ടാബ് വെച്ച് ആരും വലിയ ഗംഭീര ഫോട്ടോസൊന്നും ഷൂട്ട് ചെയ്യാനില്ല. എന്തെങ്കിലും ഡോക്യുമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ മാത്രമേ മെയിൻലി എടുക്കാറുള്ളൂ. അല്ലാതെ ആരും ഇത് വെച്ചുകൊണ്ട് ആരും ഫോട്ടോ എടുക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. 8 MB തന്നെ ധാരാളമാണ്. ഫ്രണ്ടിലും 8 MB തന്നെ മതി. 8 MB അല്ല, കുറച്ചും കൂടെ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. അല്ല, 8 MB തന്നെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും. സോ അതാണ് ക്യാമറയെ പറ്റി പറയാനുള്ളത്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 8000 mAh നല്ല മാസീവ് ആയിട്ടുള്ള ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇതാണ് റെഡ്മി പാഡ്. ഒന്നാമത് ബിൽഡ് ആൻഡ് ഡിസൈൻ ഗംഭീരം തന്നെയാണ്, യാതൊരു എടുത്തില്ല. കുറവുകളോ ഒന്നും തന്നെ ഡിസൈനിലും ബിൽഡിലും പറയാനില്ല. ഡിസ്പ്ലേ ആണെങ്കിലും കിടിലൻ ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. പെർഫോമൻസ് ആണെങ്കിലും കിടിലൻ തന്നെയാണ്. ബാറ്ററി ആണെങ്കിലും നല്ല ബാറ്ററി ബാക്കപ്പും ക്യാമറയും വരുന്നുണ്ട്. എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നു കൊടുക്കുന്ന പ്രൈസിന്, ആ ഒരു ഇൻട്രോഡക്റ്റീവ് പ്രൈസിന് നല്ല വേർത്തായുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ വാങ്ങുന്ന സമയത്ത് ആ 3GB 64GB ഒന്ന് ഒഴിവാക്കുക. 4GB 64GB മിനിമം എടുക്കാൻ നോക്കുക. 6GB 128GB അതിൻ്റെ ഒരു ആവശ്യം അല്ല, അത്രക്കും വേണ്ട. മെമ്മറി കാർഡ് സ്ലോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് ഈ ഒരു ടാബിൽ വൈഫൈ മാത്രമേ ഉള്ളൂ, സിം സപ്പോർട്ട് ചെയ്യില്ല. സിം ഇടാനുള്ള ഒന്നുമില്ല, വൈഫൈ ടാബ്ലറ്റ് ആണ്. സോ അതുകൊണ്ട് ഇത്രയും പ്രൈസ് കുറവ്. സോ ഓവറോൾ കൊള്ളാം. ആ കൊടുക്കുന്ന പ്രൈസിന് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ബെസ്റ്റ് ആയൊരു ടാബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ബാക്കി റിയൽമിയുടെ, നോക്കിയ, അതുപോലെ തന്നെ ബാക്കി ഒരുപാട് ബ്രാൻഡിനൊക്കെ ടാബ് ഈ റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റെഡ്മി പാഡ് കിടലൻ ടാബ് തന്നെയാണ്, യാതൊരു എടുത്തില്ല.
ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ തന്നെ ലോഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രോഡക്റ്റീവ് പ്രൈസിലും അതുപോലെ തന്നെ ബാങ്ക് ഓഫറൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വാങ്ങാം. ഇൻട്രോഡക്റ്റീവ് പ്രൈസ് ഇപ്പം വന്നാലും അടുത്ത ഫ്ലിപ്കാർട്ടോ ഓഫേഴ്സിലൊക്കെ തന്നെ ഈ ഒരു പ്രൈസിൽ എന്തായാലും ഈ ഒരു ടാബ് കിട്ടും ഓഫർ ടൈമിൽ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീടും വാങ്ങാൻ വേണ്ടി പറ്റും. കാരണം എന്തായാലും ആ പ്രൈസിന് കുറട്ടേ ഇറക്കും എന്തായാലും. സോ കൊടുക്കുന്ന പ്രൈസിന് വേർത്തായുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രോം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.